ഡെഫിനറ്റ്ലി ഈ ഫിലിം കൊണ്ട് ഞാൻ ആരെയും കുറ്റപ്പെടുത്താനോ പുരുഷന്മാരെല്ലാവരും മോശക്കാരാണെന്നോ സ്ത്രീകളെല്ലാവരും പാവം അതെൻ്റെ വിഷയമേ അല്ല. ഞാൻ പറഞ്ഞത് ദർ ഇസ് ലൈഫ് ആഫ്റ്റർ ഡിവോഴ്സ് എന്നാണ്. അപ്പോൾ ഇപ്പോൾ മീര പറഞ്ഞ പോലെ നമുക്ക് ഇപ്പം എനിക്ക് മീര പറഞ്ഞ ആ ക്രിറ്റിസിസം എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇറ്റ് ഇസ് ടൈംലെസ് കോൺസെപ്റ്റ് അല്ല. ആക്ച്വലി ഇപ്പം നമ്മളുടെ ഇന്ത്യൻ പോപ്പുലേഷൻ എടുത്താലും കേരള സമൂഹം എടുത്താലും നമുക്ക് വി കനോട്ട് സേ ദാറ്റ് വി ആർ എ ജെൻഡർ ഈക്വൽ സൊസൈറ്റി ഓർ എ ജെൻഡർ ഈക്വൽ അല്ല. ഇനി അത് എത്ര കാലം എടുക്കും? ഐ എം നോട്ട് ഷുവർ അബൌട്ട് ഇറ്റ്. ഇപ്പം ഞാൻ എന്തുകൊണ്ട് ഇപ്പം ഡിവോഴ്സ് എന്ന് പറയുന്നത് തന്നെ ഒരു പുതിയ കോൺസെപ്റ്റാണ്. എത്ര കാലമായി നമ്മൾ ഡിവോഴ്സിനെ കുറിച്ച് കേൾക്കാൻ തുടങ്ങിയിട്ട്? എനിക്ക് തോന്നുന്നില്ല ഒരു 10-25 വർഷമായിട്ടുണ്ടാവുമായിരിക്കണം ഒരു പക്ഷേ ഇത്രയധികം ഡിവോഴ്സിനെ കുറിച്ച് നമ്മൾ കേൾക്കാറുണ്ട്. അതിന് എണ്ണം കൂടിക്കൊണ്ടിരിക്കുക. എന്തുകൊണ്ടാണ് ഡിവോഴ്സുകൾ കൂടുന്നത്? അത് നമ്മളൊരു ജെൻഡർ ഈക്വൽ സൊസൈറ്റിയിലേക്ക് വരാനുള്ളൊരു പ്രോസസ്സിലൂടെ കടന്നു പോകാമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം നമ്മൾ ഒരുപാട് കാലങ്ങളായിട്ട് സ്ത്രീകളെ പെൺകുട്ടികളെ എംപവർ ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. എംപവർ ചെയ്യുന്ന പരിപാടി നമ്മൾ കാലങ്ങളായി നടത്തി. ആ എംപവേർഡ് സ്ത്രീകളാണ് ഇപ്പോൾ നമ്മുടെ മുന്നിലിരിക്കുന്നത്. അവർക്ക് ഇൻഡിപെൻഡൻ്റ് ആണ്, ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആണ്, ഒറ്റയ്ക്ക് ജീവിക്കാം, തൻ്റെ ഇടമുണ്ട്, എഡ്യൂക്കേഷൻ ഉണ്ട്. ദേ ആർ കേപ്പബിൾ ഓഫ് ഹാൻഡ്ലിങ് ദെയർ ഓൺ ലൈഫ്സ്. ഇതിനു മുമ്പത്തെ ജനറേഷനോ അല്ലെങ്കിൽ എൻ്റെ അച്ഛനോ അമ്മയോ അല്ലെങ്കിൽ അവരുടെ ജനറേഷനോ അങ്ങനെ ആയിരുന്നില്ല. സോ ഇത് ന്യൂ ജനറേഷനാണ്, പുതിയ കാലമാണ്. ഇനി അടുത്ത ജനറേഷൻ വരുമ്പോൾ ഞാൻ വിശ്വസിക്കുന്നത് ഒരു ജെൻഡർ ഈക്വൽ സൊസൈറ്റി പെട്ടെന്ന് അടുത്ത 50 വർഷത്തിൽ മേ ബി വരുമായിരിക്കാം. പക്ഷെ പെട്ടെന്ന് നടക്കത്തില്ല. അപ്പം നമ്മളിത് പറയാതിരിക്കുക എന്ന് വെച്ചാൽ ഡിവോഴ്സ് നടക്കുന്നുണ്ട് എന്തുകൊണ്ടെന്നുള്ളൊരു ചർച്ച ഡെഫിനറ്റ്ലി ഉണ്ടാവണം. കൂടുതൽ ആത്മഹത്യകൾ ഉണ്ടാവരുത്. മീര പറഞ്ഞ കാര്യങ്ങളിലേക്ക് എത്താൻ ഇനിയും ഞാൻ മീര ചിന്തിക്കുന്നത് പോലെ തന്നെ ചിന്തിക്കുന്ന ഒരാളാണ്. എനിക്കിതൊക്കെ മനസ്സിലാവും. മീര പറയുന്ന പോയിന്റ് എനിക്ക് മനസ്സിലാവും. ഐ അക്സെപ്റ്റ് ദാറ്റ്, ഐ അപ്രീഷിയേറ്റ് യു ഫോർ ടോക്കിംഗ് ദാറ്റ്. പക്ഷേ ഇനിയും സമയം ഒരുപാട് എടുക്കും. കാരണം നമ്മൾ കണ്ടതാണ് ഈ കഴിഞ്ഞ 2 കൊല്ലം മുമ്പ് പോലും ശബരിമല വിഷയത്തിൽ സ്ത്രീകളാണ് റോഡിലിറങ്ങി നിന്ന് നാമജപം നടത്തിയത്. അപ്പം ജെൻഡർ ഈക്വൽ സൊസൈറ്റി അല്ല നമ്മൾ. അപ്പം ജെൻഡർ ഈക്വൽ സൊസൈറ്റി ആവുന്നവരേക്കും നമ്മൾക്ക് ഇതൊക്കെ തന്നെ ചർച്ച ചെയ്യേണ്ടി വരുമെന്ന് എനിക്ക് തോന്നുന്നു.